നമസ്കാരം. കഴിഞ്ഞ ദിവസം മനോരമ ഓൺലൈനിൽ വന്നൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. റോളില്ലാതെ ആര്യ രാജേന്ദ്രൻ പാർട്ടി പൊതുയോഗത്തിൽ കാഴ്ചക്കാരിയായി ഒതുങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് നൽകാതിരുന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും മുൻ മേയർ ആര്യ രാജേന്ദ്രന് വലിയ റോൾ നൽകാതെ CPM. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരത്ത് പാർട്ടി അവതരിപ്പിച്ച മേയറെയാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടമായതോടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളിൽ നിന്ന് പോലും പാർട്ടി ഒഴിവാക്കി നിർത്തുന്നത്. ഭരണത്തിൻ്റെ പിഴവാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാനും ആദ്യമായി BJP ഭരണം പിടിച്ചെടുക്കാനും കാരണമായതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമായതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതിരുന്നത്. ഇന്നലെ പൂജപ്പുരയിലെ പാർട്ടി പൊതുയോഗത്തിൽ കാഴ്ചക്കാരിയുടെ റോളിലാണ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രൻ എത്തിയത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു പരിപാടി ഉദ്ഘാടകൻ. മുന്നണിയിലെ പ്രധാന നേതാക്കൾ വേദിയിലെത്തിയപ്പോൾ മുൻ മേയർ കസേരയിൽ പോലും ഇരിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറോളം നീണ്ടു. അതിനുശേഷമാണ് നിയമം പ്രകടന പത്രിക പുറത്തിറക്കിയത്. സ്ഥാനാർത്ഥി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുൻപ് ആര്യ രാജേന്ദ്രൻ മടങ്ങി. ആര്യ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതുമാണ്. ആര്യ പ്രചരണത്തിനെത്തുമോ എന്ന ചോദ്യത്തിന് ബാലുശ്ശേരിയിൽ മത്സരിക്കുന്ന ഭർത്താവ് സച്ചിൻ ദേവ് പറഞ്ഞത്. വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണിത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവിയോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായി 2020 ചുമതലയേറ്റ് 4-5 മാസം മുമ്പ് ആ പദവി ഒഴിഞ്ഞ ആര്യ രാജേന്ദ്രനെ ആർക്കും വേണ്ടതായിരിക്കുന്നു. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്നാൽ തിരുവനന്തപുരത്തെ സ്വന്തം നാട്ടിൽ പോലും ആര്യ രാജേന്ദ്രന് ഇടമില്ല. ആര്യ താമസിക്കുന്ന വാർഡിലാണ് നേമം മണ്ഡലം കൺവെൻഷൻ നടന്നത്. ആ പരിപാടിയിൽ ആര്യയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാഴ്ചക്കാരിയായി കുഞ്ഞുമായി ആര്യ അവിടെ എത്തുന്നു. അരികിൽ മാറി നിൽക്കുന്നു. ഒരു ഉത്തരവാദിത്വമില്ലാതെ നേതാക്കൾ മടങ്ങുന്നതിന് മുൻപ് ആര്യ മടങ്ങുന്നു. തിരുവനന്തപുരത്താണ് ആര്യയുടെ പ്രവർത്തന മണ്ഡലം എന്ന് ഭർത്താവ് ആവർത്തിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഈ സ്ഥിതി. തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയും ആര്യയെ പരിപാടിക്ക് ക്ഷണിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്തിനേറെ ആര്യയുടെ ഭർത്താവ് മത്സരിക്കുന്ന ബാലുശ്ശേരിയിൽ പോലും ആര്യയില്ല. ആര്യയെ വിളിക്കൂ, പ്രസംഗിക്കാൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അവിടുത്തെ BJPക്കാർ പ്രചരണം നടത്തുകയാണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവിന് പോലും തൻ്റെ ഭാര്യ പ്രസംഗിക്കാൻ വന്നാൽ ഉള്ള വോട്ട് നഷ്ടമാകും എന്ന ആശങ്കയുണ്ടെന്നർത്ഥം. ഇങ്ങനെയൊരു അവസ്ഥ ശത്രുവിന് പോലും വരാതിരിക്കാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നോക്കൂ, ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി CPIM അവതരിപ്പിച്ചൊരു ബ്രാൻഡായിരുന്നു. ലണ്ടൻ പാർലമെൻറ്റിൽ നിന്ന് പോലും പ്രവർത്തന മികവിന് പുരസ്കാരം കിട്ടി എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം പോലും തിരുവനന്തപുരം കോർപ്പറേഷന് ആര്യയുടെ കാലത്ത് കിട്ടിയത്രേ. പക്ഷെ ഒരൊറ്റ തവണ മാത്രം മത്സരിച്ച് അത്തവണ തന്നെ മേയറായ ആര്യ രാജേന്ദ്രന് സീറ്റ് കൊടുക്കാൻ CPM ധൈര്യം കാട്ടിയില്ല. എന്ന് മാത്രമല്ല, ആര്യ മേയർ പദവിയിൽ തുടരുമ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യയോട് വെളിയിലിറങ്ങരുത് എന്ന് പാർട്ടി നിർദ്ദേശം കൊടുത്തു. ഒരിടത്തും ആര്യ പ്രസംഗിക്കാൻ പോയില്ല. അതേ അവസ്ഥ തന്നെ ഇപ്പോഴും തുടരുന്നു. ആര്യ രാജേന്ദ്രനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും വേണ്ട, സ്വന്തം ഭർത്താവിന് പോലും. എന്തൊരവസ്ഥയാണിത്! ഈ അവസ്ഥ എങ്ങനെ സംഭവിച്ചു? അധികാരം എന്നത് ജനങ്ങളുടെ അംഗീകാരമാണ്. ജനങ്ങൾ ഒരു പദവി നൽകിയാൽ ആ പദവിയിൽ നമ്മൾ മതിമറന്ന് അഹങ്കരിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന് തെളിവാണ് ആര്യയുടെ രാഷ്ട്രീയ ജീവിതം. ആര്യ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി സൗഹൃദം സ്ഥാപിച്ച് പാർട്ടി ജില്ലാ നേതാക്കളെ പോലും ധിഖരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നാട് ഭരിച്ചു. ആര്യയെ കാണാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുന്ന സാഹചര്യമുണ്ടായില്ല. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കൂട്ടുനിന്നു. അഹങ്കാരത്തിൻ്റെ കിരീടം തലയിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ പരിസരം മറന്ന് അധികാര പ്രമത്തതയിൽ ജീവിച്ചു. 5 വർഷം കൊണ്ട് അധികാരം ഇല്ലാതാകുമെന്ന് ആര്യ രാജേന്ദ്രൻ സ്വപ്നം പോലും കണ്ടു കാണില്ല. ആര്യ ഈ പ്രായത്തിൽ തന്നെ മേയറായാൽ ഇനി MLAയും വൈകാതെ മന്ത്രിയുമൊക്കെ ആകുമെന്ന് കണക്ക് കൂട്ടിയത് വെറുതെയായി. തുടർച്ചയായ അഹങ്കാരമാണ് ആര്യയെ പ്രതിസന്ധിയിലേക്ക് നീക്കിയത്. അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു യദു എന്നു പേരുള്ള ഒരു KSRTC ഡ്രൈവറെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയത്. ആര്യയും ഭർത്താവ് സച്ചിൻ ദേവും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് KSRTC ഡ്രൈവർ ഓവർടേക്ക് ചെയ്തത് ഇഷ്ടപ്പെടാതെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കാൻ ശ്രമിച്ചതും ചീത്ത വിളിച്ചതും. ആര്യയുടെയും ഭർത്താവിൻ്റെയും ഭാഗത്താണ് കുഴപ്പമെന്ന് വെളിയിൽ വരാതിരിക്കാൻ KSRTC ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് പോലും അടിച്ചുമാറ്റി അന്വേഷണം അട്ടിമറിച്ചു. എന്നാൽ മെമ്മറി കാർഡ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ജനങ്ങളുടെ മെമ്മറിക്ക് ഒരു ദോഷവും വന്നില്ല. യദുവിൻ്റെ നിയമപോരാട്ടം തുടർന്നപ്പോൾ ആര്യയുടെ ജനപ്രീതി പാടെ ഇടിഞ്ഞുപോയി. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്തയാളായി ആര്യ രാജേന്ദ്രൻ മാറി. ആര്യയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവന്നാൽ സച്ചിൻ ദേവിൻ്റെ പേരിലുള്ള ആരോപണം പോലും വീണ്ടും ചർച്ചയാകും എന്ന് ഭയന്നതുകൊണ്ട് സച്ചിൻ ഒരു വിധത്തിൽ ഊരിയെടുത്തതാണല്ലോ സർക്കാർ. CPIM
ആര്യ രാജേന്ദ്രന്റെ സ്വന്തം ഭർത്താവിന്റെ പ്രചരണത്തിന് പോലും അയക്കുന്നില്ല. ഇതേക്കുറിച്ച് വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത് ആരെഴുതിയതാണ് എന്ന് വ്യക്തമല്ല. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു സുജാത കൃഷ്ണൻ തന്റെ ഇൻസ്റ്റയിൽ എഴുതിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ മറ്റു പലരും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ രചയിതാവ് സുജാത കൃഷ്ണൻ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ആണെന്ന വിശ്വാസത്തിൽ ഞാനത് വായിക്കുന്നു. ഒരു വ്യക്തി ഒരു നേതാവായി മാറുന്നത് ജനപിന്തുണ കിട്ടുമ്പോഴാണ്. അപ്പോൾ ആ നേതാവ് ഇനി പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ കൗൺസിലറോ മേയറോ MLAയോ MPയോ മന്ത്രിയോ ഇനി ആര് തന്നെ ആയാലും ഈ ജനങ്ങളാണ് തങ്ങളെ തെരഞ്ഞെടുത്തതെന്നും അവർക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കേണ്ടതെന്നും ഉള്ള ബോധം വേണം. അതില്ലാതായാൽ ദേ ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരം നിയമനിയോജക മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥികളുടെയും പ്രചാരകരുടെയും ഇലക്ഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലൊരു റോളുമില്ലാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സ്വന്തം കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് മാറി നിൽക്കുന്ന ഒരാളെ കണ്ടു. തിരുവനന്തപുരത്തെ പഴയ മേയർ ആര്യ രാജേന്ദ്രൻ. വന്നവരോ പോയവരോ ആരും മൈൻഡ് ചെയ്യുന്നില്ല. വേദിയിലേക്ക് ക്ഷണമില്ല. അറ്റ്ലീസ്റ്റ് സദസ്സിലിരിക്കാൻ ഒരു കസേര പോലുമില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ അവർ ആൾക്കൂട്ടത്തിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് പ്രോഗ്രാം കണ്ടു. പ്രോഗ്രാം തീരും മുമ്പ് പോവുകയും ചെയ്തു. മനസ്സിൽ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. സിനിമാ സ്റ്റൈലിൽ കയറി വന്ന് യദു എന്ന ഡ്രൈവർ ഓടിച്ചിരുന്ന ആ ബസ്സിന് കുറുകെ ആ കാറിട്ടുള്ള പെർഫോമൻസ്. അവരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇഷ്ടമില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതായി പലരും പറഞ്ഞറിയാം. കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് അവർക്ക് സീറ്റില്ലാതെ വന്നപ്പോൾ MLA സ്ഥാനത്തെ പരിഗണിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് കേട്ടു. എന്നാൽ അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് VV രാജേഷ് മേയറായതിനു ശേഷമാകും സീറ്റ് കൊടുക്കേണ്ട എന്ന തീരുമാനമുണ്ടായത്. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് വഴിയാധാരമായ മട്ടാണ് കാണുന്നത്. തലമറന്ന് എണ്ണ തേച്ചാൽ പനി വരുമെന്ന് പണ്ട് കാറൽ മാർക്സ് എപ്പോഴോ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആര്യയുടെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണക്കാരനായ അന്നത്തെ KSRTC ഡ്രൈവർ യദുവിനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. ഇപ്പൊ ഈ ആര്യ രാജേന്ദ്രനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അവരെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ, അവരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ വന്നിരിക്കുന്നു കണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ കമന്റ് ഒന്ന് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞേ. അവര് പ്രവൃത്തി ദൂഷ്യം കൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലാതെ എനിക്ക് വേറൊരു കമന്റ് പറയാനില്ല. അവര് കാണിച്ചതിന്റെ തെറ്റ് അവര് അനുഭവിക്കും. എത്രയായിട്ട് അല്ല, അവരെ ഇപ്പം അവര് ഈ നിങ്ങളുമായിട്ടുള്ള വിഷയമാണ് അവരുടെ ഈ വലിയ അവസാന നാശത്തിന് കാരണമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, അവര് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഒത്തിരി വിഷയമുണ്ട്. എന്റെ വിഷയം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മുടെ വിഷയമല്ല. പക്ഷെ ഞാൻ അന്ന് പ്രതികരിച്ചുകൊണ്ട് നാട്ടുകാർ അറിഞ്ഞു, ആളുകൾ അറിഞ്ഞു അവരെ തനി സ്വഭാവം ഇതാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ അതിന്റെ ഒരു വ്യക്തി മാത്രമാണ്. അതിപ്പോ അവരുടെ ഭർത്താവിന്റെ സ്ഥലത്ത് പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കുന്നില്ല എന്നാണ് വാർത്ത. അല്ലെ, ഭർത്താവിനെ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ വേണ്ടിയില്ലേ ഗണേഷ് കുമാർ പറഞ്ഞത്. 6 മണിക്കൂർ ഇത് സംസാരിച്ചു. മേയറുമായിട്ടുള്ള വിഷയത്തിന്റെ പുറത്തല്ല, ഇതുവിനെ KSRTC പുറത്ത് വിട്ടേന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാന് വിവരാവകാശം KSRTC വെച്ചായിരുന്നു. വെച്ചപ്പോ ലഭ്യമല്ലെന്നാണ് പറയണത്. അങ്ങനെ ഒരു രേഖയെ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. ഏതായാലും 6 മണിക്കൂർ സംസാരിച്ചുള്ള വിവരം ലഭ്യമല്ല. അത് കൊണ്ടുവന്നതെന്ന് വെച്ചാ, ആ സംഭവം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ പാലിശ്ശേരിയില് ഈ സച്ചിൻ ദേവ് നിൽക്കുകയാണ് MLA ആയിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇത്രയും ദിവസം ഞാൻ ചോദിച്ചിട്ട് റിപ്പോർട്ട് ലഭ്യമല്ല. നിങ്ങളിപ്പോഴും ഫൈറ്റ് തുടരുവാണ് ഇങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? ഏത്? ഇപ്പോഴും നിങ്ങൾ ഇത് അന്വേഷണങ്ങളും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ആണ്. മറുപടി പറയിപ്പിച്ചിട്ട് പോകൂ. അത് ഏതെങ്കിലും ആരെങ്കിലും ഒരാള് തെറ്റുകാരാണെന്ന് കണ്ടുപിടിക്കട്ടെ. ഒന്നീ ഞാൻ തെറ്റുകാര്, അല്ലെങ്കിൽ അവര് തെറ്റുകാരാണെന്നുള്ള കണ്ടുപിടിക്കും. എന്തായാലും മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും. ആര്യ രാജ്യത്തിന് ഇപ്പൊ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷം ഞാൻ കണ്ടെത്താറില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അത് ഞാൻ സന്തോഷം കണ്ടെത്താറില്ല. പക്ഷെ അവര് സന്തോഷം കണ്ടെത്തുമായിരിക്കും. പക്ഷെ എനിക്ക് അതിന് സാധിക്കില്ല. ഞാൻ മനുഷ്യനാണ്. ആയിക്കോട്ടെ. മറ്റൊരു മനുഷ്യനെ ആപത്തും വിഷമവും വരുമ്പോ സന്തോഷിക്കാനുള്ള മനസ്സല്ല. ആയിക്കോട്ടെ. താങ്ക് യു. ശരി.